സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ശ്രേഷ്ഠമായ ഭഗവത്ഗീത, ഈ ഭഗവത്ഗീതയിൽ ഇന്ന് നമുക്ക് മനനം ചെയ്യേണ്ടത് 2-ാം അധ്യായത്തിലെ 17-ാമത് ശ്ലോകമാണ് നമുക്കിതിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വളരെയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാക്കാവുന്ന ഒരു വേദാന്ത തത്വമാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. കലങ്ങിയ മനസ്സോടൊത്തിരിക്കുന്ന അർജുനനെ ശ്രേഷ്ഠമായിട്ടുള്ള തത്വം അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്ത് വേണമെന്നറിയാം, അർജുനനെ പോലെ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി നമ്മൾ അതിനെ സമീപിക്കണം. ഒരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിനൊരു ഉത്തരം പറയാൻ വേണ്ടി വരുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ആ ഉത്തരം കേൾക്കാനിരിക്കുന്നത് പോലെയല്ല. ഇത് എനിക്ക് ഉപകരിക്കുന്നതാണ്, ഞാനിത് പഠിക്കേണ്ടതാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയുണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടി വേണം ഈ ഭഗവത്ഗീതയെ സമീപിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഈശ്വരീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ഒരറിവാണ്. അപ്പോൾ ആ അറിവിൽ ഇന്ന് ഈ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശരിക്കും നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടതൊരു കാര്യമാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവിടെ അർജുനൻ തൻ്റെ ബന്ധുമിത്രാദികളെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ആകെ പകച്ചു നിന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചിലത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ചിലത് അതാണ് സത്യമെന്ന് കരുതി നമ്മൾ പകച്ചു നിൽക്കാറുണ്ട്. അപ്പോൾ അത് സത്യമല്ല, അത് വെറും മിഥ്യയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. എന്താണ് ഈ ശ്ലോകം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആ ശ്ലോകം നമ്മുടെ രാധിക മോള് ചൊല്ലിയിട്ടുണ്ട്, അത് നമുക്കിവിടെ കേൾക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ അന്വയാർത്ഥവും അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഏതായാലും ശ്ലോകം കേൾക്കും. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 17. അവിനാശീ തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവിനാശീ തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവിനാശീ തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. എല്ലാവരും കേട്ടല്ലോ ശ്ലോകം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആ ശ്ലോകം നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. അതിൽ അന്വയ അർത്ഥം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യത്തിൽ കിടക്കാം. ഇവിടെ പറയുന്നു ഏന. ഏന എന്ന് വെച്ചാൽ ഏതൊന്നിൽ അല്ലെങ്കിൽ യാതൊന്നിൽ എന്നുള്ളതാണ്. ഇതം സർവം, ഇതെല്ലാം, തതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, തത്തു അതാകട്ടെ, അവിനാശി എന്ന് വെച്ചാൽ നാശമില്ലാത്തതെന്ന്, വിദ്ധി അറിഞ്ഞാലും, അവ്വയസ്യ നാശരഹിതമായ, അസ്യ ഇതിന്, വിനാശം വിനാശത്തെ, കർത്തും ചെയ്യുവാൻ, കച്ചിത് ഒരുവനും, ന അർഹതി കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കടക്കാം. ഏതൊന്നിൽ ഇതെല്ലാം തന്നെ വ്യാപ്തമാണോ, ആയതാകട്ടെ നാശരഹിതമാണ്. ഈ നാശരഹിതമായതിൻ്റെ വിനാശം ചെയ്യുവാൻ ആരാലും സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ കാതലായിട്ടുള്ളൊരു വശമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സന്ദർഭം എന്താണ്? മഹാഭാരത യുദ്ധത്തിൽ തയ്യാറായിട്ട് അർജുനൻ
വന്നു. അതിനുശേഷം മുമ്പിലുള്ള ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനാകെ പകച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്താണ്, ഈ മുന്നിൽ നിൽക്കുന്നതൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ളതൊന്നല്ല. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ എന്തെന്ന്, ഇവിടെ ദുര്യോധനനുണ്ട്, ഭീഷ്മ പിതാമഹനുണ്ട്, ഗുരുവായ ദ്രോണരുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവരൊന്നും എനിക്ക് നശിപ്പിക്കാൻ കഴിയില്ല, അത് ഞാൻ ചെയ്യുന്നത് മഹാപാപമാണെന്ന് പറഞ്ഞല്ലോ. അർജുനോട് പറയാണ്, നീ നശിപ്പിച്ചാലും ഇല്ലെങ്കിലും അത് നശിക്കും. എന്തുകൊണ്ട്? അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പറയുന്നു, ഈ പ്രപഞ്ചം ഏതിനാലാണോ നിറഞ്ഞു കിടക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഏതോ ഒരു എനർജിയാൽ നിറഞ്ഞു കിടക്കുകയാണ്. ഒരു എനർജിയിലാണ് ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്നത്. ഇവിടെ നമുക്കത് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്തായാലും എന്തോ ഒരു എനർജി ഇവിടെ മുഴുവൻ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ആകാശം എന്ന് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ പറയാം. ആകാശമാണ് മൊത്തം ഇവിടെ ഉള്ളത്. എവിടെ നോക്കിയാലും ആകാശമാണ്. ആകാശമില്ലാത്തൊരു സ്ഥലം നമുക്കില്ല. നമ്മളൊരു കലമെടുത്തു തിരിക്കട്ടെ, ആ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ആകാശമുണ്ട്. വെളിയിലും എന്തുണ്ട്? ആകാശമുണ്ട്. അപ്പോൾ ഈ പാത്രം എവിടെ നിൽക്കുന്നത്? ഈ ആകാശത്ത് തന്നെയാണ്. ഉള്ളിലും വെളിയിലും അതാണുള്ളത്. ഇനി അതുപോട്ടെ, മറ്റ് വേറെന്തെങ്കിലും ഒരു വസ്തു എടുത്തു നോക്കൂ, ഇതെല്ലാം എവിടെ നിൽക്കുന്നത്? ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരും എവിടെ നിൽക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ആകാശത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്, നടക്കുന്നത് ഒക്കെ തന്നെ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും അതുണ്ട്. ഈ ആകാശത്തിനെ നമുക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞ് ഒന്ന് കണക്കാക്കാം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ചൈതന്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ ഈശ്വരീയ ചൈതന്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഓക്സിജൻ അനുഭവിക്കാനേ പറ്റുള്ളൂ, കാണാൻ കഴിയില്ല. ചൂട് അനുഭവിക്കാനേ പറ്റുള്ളൂ, കാണാൻ കഴിയണമെന്നില്ല. നല്ല ഉഷ്ണമാണ്, ഉഷ്ണത്തെ നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ലീലകളാണ്, ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഏതിലാണ് ഉള്ളത്? ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണുള്ളത്. ചൂടാവട്ടെ, കാറ്റാവട്ടെ, മഴയാവട്ടെ, ഇനി ഇവിടെയുള്ള കെട്ടിടങ്ങളാവട്ടെ, എല്ലാം തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ചൈതന്യമുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ ചൈതന്യത്തിനെ നമുക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേദങ്ങളിൽ പറഞ്ഞ പോലെ പരം ആത്മാവ് എന്ന് പറയാം. പരമാത്മാവ് എന്ന് വെച്ചാൽ, ഞാനിത് മുമ്പ് പലതവണ പറഞ്ഞാണ്, വീണ്ടും ഞാനൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇവിടെ ഒരു കടലിൽ നിന്നും നമ്മൾ അല്പം വെള്ളമെടുത്തു, അത് തന്നെയാണ് വീണ്ടും പറഞ്ഞു വരുന്നത്. വെള്ളമെടുത്തു കഴിഞ്ഞു എന്നിരിക്കട്ടെ. വെള്ളമെടുത്തു കഴിഞ്ഞാൽ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ പേരിലാണ് ആ വെള്ളം അറിയപ്പെടുക. ബക്കറ്റ് എടുത്താൽ ബക്കറ്റും വെള്ളം എന്ന് പറയും, കലത്തിലെടുത്ത കലം വെള്ളം എന്ന് പറയും, കപ്പിലെടുത്ത കപ്പും വെള്ളം എന്ന് പറയും. അതിന് കടലെന്ന് പറയാറില്ല. അപ്പോൾ പക്ഷേ അവിടെ ആ കടലിൽ നിന്ന് നമ്മൾ തോണിയിലുള്ളെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആ ചുറ്റുവട്ടം മുഴുവൻ തന്നെ കാണുന്നത് എന്താണ്? കടൽ വെള്ളമാണ്, അല്ലെങ്കിൽ കടലാണ്. ഈ വെള്ളമെടുത്ത് തിരിച്ചൊഴിച്ചു കഴിഞ്ഞാലോ അതും എവിടെ പോകുന്നത്? ഈ കടലിലേക്കാണ് പോകുന്നത്. ഈ കപ്പ് കൈശത്ത് പിടിവിട്ട് പോയി കഴിഞ്ഞാലോ അതും കടലിലേക്കാണ് പോകുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ എല്ലാ സ്ഥലത്തും കടൽ വ്യാപിച്ചിരിക്കുക. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് എന്ത്? ഈശ്വരീയ ചൈതന്യം എന്ന് വെച്ചാൽ ആ നാരായണൻ്റെ ചൈതന്യം എല്ലാ സ്ഥലത്തും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ എനർജി ഫുള്ളായി നിറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ, ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുത്തു നിൽക്കട്ടെ, ഈ ബക്കറ്റിൽ കൊള്ളുന്നതിൻ്റെ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുറത്തേക്ക് മറിഞ്ഞു പോവുക. എന്നാൽ അത് മൊത്തമായിട്ട് പുറത്തേക്ക് മറയാൻ പറ്റത്തില്ല. ലോക്ക് ചെയ്ത് മുകളിൽ സീല് ചെയ്ത് തന്നിരിക്കട്ടെ. സീല് ചെയ്തതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു തുള്ളി വെള്ളം ഒഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അത് എവിടെയും നീങ്ങാൻ സ്ഥലമില്ല. എവിടെയും നീങ്ങാൻ സ്ഥലമില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുന്നേ 1921 കാലഘട്ടങ്ങളിൽ വാഗൺ ട്രാജഡി എന്ന് പറയുന്ന ഒരു സംഭവം നടന്നു. ട്രെയിനിൽ അന്ന് ഈ മാപ്പിള കലാപം നടന്നപ്പോൾ ആ കലാപത്തിൽ താണ്ഡവമാടിയ കുറേ ആൾക്കാരെ പിടിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഒരു ട്രെയിനിൻ്റെ അകത്തേക്ക് കയറ്റി, ഒരു ബോഗിക്കുള്ളിൽ. അപ്പോൾ ആ ബോഗിക്കുള്ളിൽ ശരിക്കും ഒരു 50 ആളെ കയറുണ്ടെങ്കിൽ ഒരു 200 ആളെ ചവിട്ടിക്കുത്തി കയറ്റി നിൽക്കട്ടെ. ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത അത്ര സ്ഥലം ഇല്ല, ഒരു സൂചി കുത്താൻ പോലും ഇടില്ല. അപ്പോൾ ശ്വാസം കിട്ടാതെയാണ് ഇവരെല്ലാവരും മരിച്ചു പോയത്. എല്ലാവരും, അതാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവൻ ആൾക്കാരും അതിൽ കുത്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ വേറൊരാളായിട്ട് കയറാൻ പറ്റില്ല. ഒരു കാലല്ല, ഒരു വിരൽ പോലും വെക്കാൻ സ്ഥലമില്ല, അത്ര ജാമായിട്ടാണ് നിൽക്കട്ടെ. അപ്പോൾ അവിടെ ഒരാളെ ഇനി കയറ്റാൻ പറ്റില്ല.
അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും പറ്റില്ല. എന്തുകൊണ്ട് നീങ്ങാൻ പറ്റില്ല? അവരൊക്കെ കയറ്റാൻ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നീങ്ങാന്നിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത വിധത്തിൽ അത്രയേറെ ആൾക്കാരെ അടുക്കി ചേർത്ത് കഴിഞ്ഞാൽ അത് അവിടെ ശ്വാസം മുട്ടുന്ന അവസ്ഥയും അവർക്ക് എവിടെ നീങ്ങാൻ പറ്റാതെ അവിടെ നശിക്കും. ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുക, അങ്ങോട്ടും നീങ്ങാൻ കഴിയില്ല ഇങ്ങോട്ടും നീങ്ങാൻ കഴിയില്ല, എവിടേക്ക് നീങ്ങാൻ പറ്റുക, ചലനമില്ലാത്തൊരവസ്ഥയിലാണ് ഈ ചൈതന്യമുള്ളത്, ഈ പരമ്പൊരുൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ നിറഞ്ഞു കിടക്കുക. ഒരു സൂചി കുത്താൻ പോലും ഇടമില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ മുറിയിലുണ്ട്, നമ്മുടെ മുറിയുടെ വെളിയിലുണ്ട്, അത് അടുക്കളയിൽ പോയാലുണ്ട്, ബാത്റൂമിൽ പോയാലുണ്ട്, വെളിയിൽ പറമ്പിൽ പോയാലുണ്ട്, എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുക. അപ്പോൾ എവിടത്തേക്കും നീങ്ങണമെന്നുണ്ടെങ്കിലല്ലേ അവിടെ ഒഴിവുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഒഴിവില്ലാത്ത സ്ഥലമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഇവിടെ ഉള്ളതിലെല്ലാം തന്നെ എന്തുണ്ട്? ഈ പറയുന്ന ഈശ്വരീയ ചൈതന്യമുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ളതെല്ലാം മെയിനത്താണുള്ളത് ഈ ഈശ്വരൻ്റെ ചൈതന്യത്തിലെ അഡിക്റ്റായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ എവിടെയുള്ളത്? ഞാനുള്ളതും ഇവിടെയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ സാധനവും ഈ ചൈതന്യത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുകയാണ്. അതിന് എങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും പറ്റില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ അർജുനാവട്ടെ, വിഷ്ണു, പിന്നെ ഈ ദ്രോണരാവട്ടെ, കൃഷ്ണനാവട്ടെ, ഭീഷ്മരാവട്ടെ, ശിഖണ്ഡി ആവട്ടെ, ഇവരെല്ലാവരും ഇതിൽ തന്നെയാണുള്ളത്. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിലോ, ലോറി ആവട്ടെ, ജീപ്പാവട്ടെ, വീടാവട്ടെ, കായലാവട്ടെ, എല്ലാം ഉള്ളത് എവിടെയാണ്? ഈ ചൈതന്യത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഇത് നിറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഇവിടെയുള്ള ഈ വസ്തുക്കളായിട്ടുള്ള ഞാനാവട്ടെ, മറ്റുള്ള എല്ലാ വസ്തുക്കളാവട്ടെ, ലോറി ആവട്ടെ, ജീപ്പാവട്ടെ, വീടാവട്ടെ, മലയാവട്ടെ, എന്തായാലും അതെല്ലാം നശിക്കുന്നതാണ്. അതെല്ലാം നശിക്കും. ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഒന്നും സ്ഥായി ആയിട്ടുള്ളതല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും, ഉറപ്പാണ്. ഭഗവാൻ പറയാണ് എല്ലാം നശിക്കും. നമ്മൾ വിചാരിക്കും ഞാൻ മാത്രമേ ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും നശിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു കാലം ഞാനും ഇല്ലാതെയാകും. അപ്പോൾ ഒന്നും ഇവിടെ സ്ഥായി ആയിട്ടില്ല. ഇവിടെ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുള്ളെങ്കിലും ഈ ഉള്ളിലുള്ള സാധനം എല്ലാം നശിക്കുന്ന അർത്ഥം. അതിന് നിലനിൽപ്പില്ല. എത്ര ഗ്യാരണ്ടി പറഞ്ഞാലും അത് ഫീസ് അടിച്ചു പോകും. ഒരു മനുഷ്യനും ഇത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക്, അല്ലെങ്കിൽ ഈ പ്രളയാന്തം വരെ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. നമുക്കറിയാം, പുരാണത്തിൽ ദേവന്മാരെ അസുരന്മാരൊക്കെ തപസ് ചെയ്യും. അവരെ മുന്നിലൊക്കെ, അല്ലെങ്കിൽ മനുഷ്യന്മാരും തപസ് ചെയ്യും. അവരുടെ മുന്നിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, എന്താ വരം വേണ്ടെന്ന് ചോദിക്കും. പറഞ്ഞാൽ എനിക്ക് മരണം ഉണ്ടാകാൻ പാടില്ല. മരണം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പ്രത്യക്ഷപ്പെട്ട ദൈവങ്ങളെന്ന് പറയുന്നില്ല, അത് തരാൻ ഞാൻ അർഹനല്ല. കാരണം എനിക്കടക്കം ഇത് സംഭവിക്കും, നാശം സംഭവിക്കും. ഞാനടക്കം നശിച്ചു പോകും. പിന്നെ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് എനിക്കും അത് ചെയ്യാൻ പറ്റില്ല. ഞാനടക്കം നശിച്ചു പോകും. ബ്രഹ്മനായാലും വിഷ്ണു ആയാലും അവരൊക്കെ ഒരു പ്രളയം കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രളയാന്തത്തിലെല്ലാവരും മാറി പുതിയൊരു നാടകം ആരംഭിക്കും പോലെയാണ്. അപ്പോൾ അവർക്ക് പോലും നാശം ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ ഇവിടെ എല്ലാത്തിനും നാശം ഉണ്ടാകുമ്പോൾ നാശമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ. ഏതാ? അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന പരമാത്മാവ് എന്ന് വെച്ചാൽ അതാണ് ശരിയായ ഈശ്വരൻ എന്ന് നമ്മൾ പറയും, സാധാരണക്കാരായ ആൾക്കാർ. മറ്റുള്ളക്കാർക്ക് ഒരു എനർജി എന്ന് മാത്രം പറയും. അപ്പോൾ ബാക്കി ഇവിടെ മനുഷ്യനായാലും മൃഗങ്ങളായാലും മനുഷ്യ നിർമ്മിതമായാലും മനുഷ്യ നിർമ്മിതമല്ലാത്തതായാലും പുഴയായാലും കായലായാലും എല്ലാ സാധനങ്ങളും മാറും, ഇല്ലാതെയാകും. കാരണം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കുഞ്ഞനാളിൽ നിങ്ങളുടെ നാട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ എത്ര തോടുകളും കുളങ്ങളും പുഴകളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വലിപ്പവും രൂപവും ഭാവവും എല്ലാം ഇന്ന് മാറിയില്ലേ? അത് മാറിക്കൊണ്ടേയിരിക്കും. കുന്നുകൾ പോലും മാറും, മലകൾ പോലും മാറും. ഹിമാലയത്തിന് പോലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മഞ്ഞ് ഉരുകിയിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. പക്ഷെ മാറാത്തതായിട്ട് എന്താ ഉള്ളത്? ഈ പ്രപഞ്ചത്തിലെ ആ ചൈതന്യം മാത്രം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മോതിരം, വള, കമ്മൽ, മാല, ഇതൊക്കെ എന്താ സാധനം? സ്വർണത്തിനാണ്. എന്നാൽ ഈ സ്വർണത്തിന് എപ്പോഴും നാശം എങ്ങനെ വരുന്നത്? വള ഉരുക്കിക്കഴിഞ്ഞാൽ ആ വള ഇല്ലാതെയായി, മാല ഉരുക്കിക്കഴിഞ്ഞാൽ മാല ഇല്ലാതെയായി. പക്ഷെ അവിടെ സ്വർണം ബാലൻസ് ഉണ്ട്. ആ സ്വർണം അവിടെ ബാക്കി വരുന്നുണ്ട്. മോതിരം ഉരുക്കിയാലും സ്വർണ്ണമാണ് കിട്ടുക, മാല ഉരുക്കിയാലും സ്വർണ്ണമാണ് കിട്ടുക, ഇനി വളയൊരുക്കിയാലും സ്വർണ്ണമാണ് കിട്ടുക. അതുകൊണ്ട് വീണ്ടും നമുക്കൊരു വസ്തു ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു കഴിഞ്ഞാലും അവരുടെ അസ്തിത്വമായിട്ടുള്ള, അവരുടെ അസ്തിത്വം എന്ന ഇതിൻ്റെ നിലനിൽപ്പ്, മോതിരത്തിൻ്റെ നിലനിൽപ്പ് എന്താ? സ്വർണത്തിലാണ്.
മാലയുടെ നിലനിൽപ്പ് എവിടെയാ? സ്വർണത്തിലാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ അസ്തിത്വമുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈശ്വരീയമായിട്ടത്, അത് മാത്രം നിലനിൽക്കും, ബാക്കിയെല്ലാം നശിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുമോ? അത് ഒട്ടും കഴിയുകയും ചെയ്യില്ല. നാശമില്ലാത്തതായിട്ടുള്ള ആ പ്രപഞ്ച ശക്തിയെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, ബാക്കിയെല്ലാം നശിക്കും. അർജുനോട് പറയുന്നത് വെച്ചാൽ, നിൻ്റെ മുന്നിൽ ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കൃപരുണ്ട്, അതുപോലെ ദുര്യോധനനുണ്ട്, അങ്ങനെ നിരവധി ആൾക്കാർ നിരന്നു നിൽക്കുന്നു. ഇവരെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നീ പറയുന്നത്. കാരണം അതിന് ഞാൻ അർഹനല്ല, ഞാൻ ചെയ്താൽ മഹാപാപം കിട്ടും എന്നൊക്കെ പറയുന്നു. നീ നശിപ്പിച്ചാലും ഇല്ലെങ്കിലും അതിന് നാശമുണ്ട്, ഉറപ്പാണ്. അത് നശിച്ചുകൊണ്ടിരിക്കും, എന്തായാലും 100% അത് നശിക്കും. അത് പ്രകൃതി നിയമമാണ്. നീ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അത് നശിക്കും. അങ്ങനെ നശിക്കാത്ത ഒരു വസ്തുവില്ല. അപ്പോഴെന്താണ് ഈ നശിക്കാതെ വെച്ചാൽ, ഈ ശരീരത്തിലുള്ള ഈ ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും ഒക്കെ ശരീരത്തിൽ ഒരു ചൈതന്യം ഉണ്ടല്ലോ നിറഞ്ഞു നിൽക്കുന്നത്, അകത്തുമുണ്ട് പുറത്തുമുണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. ഈ പുറത്തുള്ളത് നമുക്ക് അറിയുന്നില്ല, പക്ഷെ അകത്തുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മൾ സംസാരിക്കും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ അകത്തുള്ളത് വെളിയിലേക്ക് വരും. ഇത് നമ്മൾ പുറത്ത് കാണുന്നതെല്ലാം തന്നെ നശിക്കും. എന്ന് വെച്ചാൽ ദുര്യോധനൻ നശിക്കും, ഭീഷ്മർ നശിക്കും, ദ്രോണർ നശിക്കും, കൃപർ നശിക്കും, ആടെ ധൃതരാഷ്ട്രനുണ്ടെങ്കിലും അർജുനനുണ്ടെങ്കിലും കൃഷ്ണനുണ്ടെങ്കിലും എല്ലാവരും അവിടെ നശിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യം, ആ ചൈതന്യത്തിന് നാശമുണ്ടാകില്ല. ആ ചൈതന്യത്തിന് നാശമേ ഇല്ല. ആ ചൈതന്യം എന്താകും? വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വരും. എങ്ങനെ വരും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മളൊരു സ്വർണത്തിൻ്റെ വള നമുക്ക് കാണാനുണ്ട് എന്ന്, ഈ വള നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉരുക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ബാലൻസ് വരുന്നത്? സ്വർണ്ണമാണ് ബാലൻസ് വരുന്നത്. എന്നാൽ ഈ സ്വർണം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മറ്റൊരു രൂപത്തിൽ നമുക്ക് രംഗത്തിറക്കാൻ പറ്റും. ഇപ്പോൾ വിനോദ് എന്ന് പറയുന്ന എൻ്റെ ശരീരം, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലുള്ള ആ ആത്മാവ് ഉണ്ടാവുമല്ലോ, ആ ചൈതന്യം ഉണ്ടാവില്ല. ആ ചൈതന്യം വെളിയിലേക്ക് പോകും. ആ വെളിയിൽ പോയ ചൈതന്യം വീണ്ടും മറ്റൊരു രൂപത്തിൽ വീണ്ടും വരും. അപ്പോൾ ഈ ചൈതന്യത്തിനെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ചെറിയ ആൾക്കാർ പറയും, പൂജാരിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ, അയാൾക്ക് മോക്ഷം കിട്ടിയില്ല, അതുകൊണ്ട് അയാൾ ആത്മാവിനെ നമുക്ക് ആവാഹിച്ചിട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും തളക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിക്ഷേപിക്കണമെന്ന് പറ്റില്ല. ഒരാൾക്കും ഒരാത്മാവിനെയും ആവാഹിക്കാൻ കഴിയില്ല. അത് നമ്മളെ പൊട്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ അത് ആവാഹിക്കാൻ കഴിയുക? ഈ ചൈതന്യം ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുക, അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ ചൈതന്യത്തിനെ ആവാഹിക്കുക എന്ന് പറയുന്നത് തെറ്റി. പക്ഷേ ആവാഹിക്കുന്നുണ്ട്. എന്താണ് ആവാഹിക്കുന്നത്? അവർ പറയുന്നത് തെറ്റിപ്പോയിന്നേ ഉള്ളൂ. ചൈതന്യത്തിനല്ല. ഇപ്പോൾ MG വിനോദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം, ഈ ശരീരം നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. ഈ ശരീരത്തിനെ പറയും സ്ഥൂല ശരീരം എന്ന് പറയാം. നിങ്ങളെല്ലാവരും കാണുന്ന ഈ ശരീരത്തിനെ സ്ഥൂല ശരീരം എന്ന് പറയും. എന്നാൽ ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരം കൂടിയുണ്ട്, അതിനെ സൂക്ഷ്മ ശരീരം എന്നാണ് പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിനോടൊപ്പം തന്നെ സൂക്ഷ്മ ശരീരവും നശിപ്പിക്കാനുള്ള കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യും. അതാണ് ബലികർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ, അതിൻ്റെ ശ്രാദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ ഈ പറയുന്ന സ്ഥൂല ശരീരത്തിനപ്പുറം സൂക്ഷ്മ ശരീരത്തിനും ഇല്ലാതെയാക്കണം. അങ്ങനെ ഇല്ലാതാകും. എല്ലാതും ഇല്ലാതെയാവില്ല, ചിലത് മാത്രമേ ഇല്ലാതെ ഇങ്ങനെ ബാക്കി നിൽക്കുള്ളൂ. അങ്ങനെ ബാക്കി നിൽക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിനെയാണ് ചില ആൾക്കാർ പറയും, അയ്യോ ഞാൻ ഇന്നലെ അവിടെ പോകുമ്പോൾ അവിടെ രാത്രി വരുമ്പോൾ അവിടെ അങ്ങനെ ഒരാൾ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അയാൾ തന്നെയാണ്, ഞാൻ അയാളാണെന്ന് തോന്നുന്നു, അതുപോലെ അയാളുടെ ശബ്ദം ഞാൻ കേട്ടു, അല്ല അതുവഴി പോകുന്നത് കണ്ടു, രാത്രി എൻ്റെ വാതിലിൻ്റെ അട കണ്ടു, ജനലിൻ്റെ അട കണ്ടു, ഇതൊക്കെ പറഞ്ഞില്ലേ, ഇത് ഈ സൂക്ഷ്മ ശരീരമാണ്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം വേറെ, സൂക്ഷ്മ ശരീരം വേറെ. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരമാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടെന്ന് പറയാം. അപ്പോൾ അതിനെയാണ് ഇവർ ആവാഹിക്കുന്നത്, അല്ലാണ്ട് ആത്മാവിനെ അല്ല. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിനെ ആവാഹിച്ചിട്ടാണ് ക്ഷേത്രങ്ങളിൽ തിലഹവനൊക്കെ കഴിച്ചിട്ട് അവിടെ സമർപ്പിക്കുന്നത്. അതിനുള്ള ഇതാണ്, അങ്ങനെയാണ്. ഇതിനെ നശിപ്പിക്കാൻ, അതിനെ ആവാഹിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, സൂക്ഷ്മ ശരീരത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് തിലഹവനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. ആത്മാവിനെ അല്ല എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കുക. ആത്മാവിന് മരണമില്ല, ജനനമില്ല, അതിന് ചലിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതന്നെയാണ് ഈശ്വരന്. ചലിക്കാൻ പറ്റില്ല, പക്ഷെ ചലിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഏതെങ്കിലും ശരീരത്തിലേക്ക് കയറണം. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ആത്മചൈതന്യം മറ്റേതെങ്കിലും ശരീരത്തിൽ കയറുമ്പോഴാണ് അതിൽ ചലിക്കാൻ പറ്റുന്നത്. ശരീരത്തിന് ചലിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വേണം. ഉദാഹരണം നോക്കുക, ഒരു ഫാൻ കറങ്ങുന്നു, ആ ഫാൻ കറങ്ങുന്നു, അല്ലെങ്കിൽ മിക്സി വർക്ക് ചെയ്യുന്നു, TV വർക്ക് ചെയ്യുന്നു, ട്യൂബ് കത്തുന്നു, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് അവിടെ വെറുതെ വെച്ച് നടക്കില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ചൈതന്യം വരണം. എന്താണ്? വൈദ്യുതി എന്ന് പറയുന്ന ചൈതന്യത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടു. വൈദ്യുതി കടത്തി വിടുന്നതോട് കൂടിയിട്ട് എന്തായി? അത് കത്തുന്നു, ഫാൻ കറങ്ങുന്നു, TV വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ വരുന്നു. അത് കറണ്ട് പോയാലോ?
നിശ്ചലമായി. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കറണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ഈ ആത്മാവ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈശ്വരീയമായ ആ ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് നമ്മളിവിടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കറണ്ട്. ഈ കറണ്ട് വെളിയിൽ പോയാൽ തീർന്നു. എന്നാൽ ഈ ഫാൻ്റെ ആ കറണ്ടിനെ നമ്മൾ കാണുന്നുണ്ടോ? ട്യൂബിൻ്റെ കറണ്ടിനെ നമ്മൾ കാണുന്നുണ്ടോ? അനുഭവിക്കുന്നുള്ളൂ, അത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഒരു ഇലക്ട്രിക് കമ്പി, ഇത് കറണ്ടൊന്നും കാണാനില്ല എന്നിട്ട് നമ്മൾ കമ്പി പോയി പിടിച്ചു കഴിഞ്ഞാൽ അടിച്ച് ബോധം കിട്ടാതെ വീഴും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. ആ ശക്തി എന്തായാലും നമ്മൾ തിരിച്ചറിയുന്നു. ഇത്തരത്തിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ വ്യക്തികളിലും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് നാശമുണ്ടായാലും അത് നമ്മൾ ആര് നശിപ്പിച്ചാലും ഇല്ലെങ്കിൽ ആ വ്യക്തി നശിക്കും. കാരണം ആ ശരീരം നശിക്കും, അതിൻ്റെ ഉള്ളിലുള്ള ആ ആത്മചൈതന്യം നശിക്കുന്നില്ല എന്നർത്ഥം. ഇനി ആർക്കെങ്കിലും ഇനി ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലോ അതൊരിക്കലും സാധ്യമാവുകയും ചെയ്യില്ല, ഒരിക്കലും നടക്കില്ലത്. അത് എന്നും നിലനിൽക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആ ശക്തി എപ്പോഴും ഉണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതാണ് നമ്മുടെ ഓരോ ആൾക്കാരുടെ ഉള്ളിലും ഉള്ളത്. അപ്പോൾ നമ്മളെന്ത് വേണം? നമ്മളിപ്പം എന്തെങ്കിലും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? ആ ആത്മാവ് ശരീരത്തിൽ മാറി. ആ ആത്മാവ് മരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ആത്മാവ് എന്ത് ചെയ്യും? മറ്റു ശരീരത്തിലേക്ക് പോകും. ഇപ്പം നമ്മുടേതായാലും അങ്ങനെ തന്നെയാണ്. അത് വേറെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ശരീരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ ആവണമെന്നില്ല. നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ച് അത് മൃഗങ്ങളിലോ മറ്റു പലതിലേക്കോ ആവാം. അതൊക്കെ നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇവിടെ പറയുന്നത് വെച്ചാൽ ഏതൊന്നിലാണോ ഇവിടെ എല്ലാം വ്യാപ്തമാണ് അല്ലെങ്കിൽ വ്യാപ്തമായി കിടക്കുന്നത്, ഇവിടെ വ്യാപ്തമായി കിടക്കുന്ന ഏതാണ്? ആ പരമ്പൊരുൾ അല്ലെങ്കിൽ ആ ചൈതന്യം എന്നർത്ഥം, അല്ലെങ്കിൽ ഈശ്വരീയമായ ചൈതന്യം, ഏതോ ഒരു എനർജി. ആ നാശരഹിതമായതിൻ്റെ അല്ലെങ്കിൽ ആ ഇതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ നാശരഹിതമായതിൻ്റെ വിനാശം ചെയ്യുവാൻ എല്ലാത്തിനും നശിപ്പിക്കുന്നതും അത് തന്നെയാണ്. എല്ലാത്തിനും അത് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അത് നശിച്ചല്ലോ. ഇപ്പം എൻ്റെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട്, എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ ഈ ശരീരമില്ലാതെയാവും, പക്ഷെ അത് ഒന്നും ആവില്ല. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള ഈ ആത്മചൈതന്യത്തിന് ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അർജുനൻ പറഞ്ഞെന്താ? ഭീഷ്മരെ ഞാൻ കൊല്ലണം, ദ്രോണരെ ഞാൻ കൊല്ലണം. ദ്രോണരെയും ഭീഷ്മരെയും ഒന്നും അർജുനന് കൊല്ലാൻ കഴിയില്ല, ആർക്കും കൊല്ലാൻ കഴിയില്ല. കാരണം എന്താ? ആ ശരീരമാണ് കീറി മുറുക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തണുപ്പറിയുന്നത് ഏതാണ്? ഈ ശരീരമാണ്. ആത്മാവിന് തണുപ്പറിയുന്നില്ല, ആത്മാവിന് ചൂടറിയുന്നില്ല. എല്ലാം അറിയുന്നത് എന്തിനാണ്? ഈ ശരീരത്തിനാണ്. ഈ ശരീരത്തിന് ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ പിന്നെ അതും ഒന്നും അറിയില്ല. അപ്പോൾ അർജുന, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? നീ അല്ലല്ലോ ഇതിനൊന്നും നശിപ്പിക്കുന്നത്, നിനക്ക് നശിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ആ ശരീരത്തിലേക്ക് അസ്ത്രം വയ്ക്കുന്ന, ആ ശരീരത്തിനെ കീറി മുറിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അത് കൃത്യമായ സമയത്ത് അതിൻ്റെ നാശം അടുക്കുമ്പോൾ അത് സ്വയം ആ നാശത്തിന് തയ്യാറാവും. അതിനുള്ള സാഹചര്യം അത് ഉണ്ടാകും. ഇപ്പോൾ ഒന്നിനെ നശിക്കാൻ തയ്യാറുണ്ട്, അതിന് സാഹചര്യം ഉണ്ടാക്കും എന്നർത്ഥം. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം രസകരമായൊരു അനുഭവമുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞോന്നറിയില്ല. തൃശ്ശൂർ ജില്ലയിൽ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ സ്കൂട്ടറിൽ പോവാണ്. ഞാൻ പറഞ്ഞു എന്നൊരു സംശയം ഏതോ ഒരു പ്രഭാഷണ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്ന അവസരത്തിൽ അയാൾ പാമ്പ് കടിയേറ്റ് മരിച്ചു. നമ്മൾ ചിന്തിക്കും പാമ്പ് കടിയേറ്റത് സ്കൂട്ടറിൽ എവിടെയോ പാമ്പ് ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെയല്ല. ഒരു പരുന്ത് ഒരു പാമ്പിനെ കൊത്തിയെടുത്ത് പറക്കുക, മൂർഖന കൊത്തിയെടുത്ത് പറക്കുന്ന സമയത്ത് അതിൻ്റെ കാലിലിരുന്ന് അത് വഴുകി താഴോട്ട് പോയി. ആ താഴേക്ക് വന്ന് പതിക്കുന്ന എവിടെയാണ്? ഈ സ്കൂട്ടറുകാരൻ്റെ കഴുത്തിലാണ് വന്ന് വീണത്. ഉടനെ അത് കൊത്തി, അയാൾ ശരിയായി. അപ്പോൾ നിങ്ങൾ നോക്കണം, അയാൾക്ക് സമയമാകുമ്പോൾ ആ കൃത്യം ആ പരുന്ത് പറക്കുന്നതിൻ്റെ കാലിൻ്റെ കീഴിൽ തന്നെ വന്ന് നിൽക്കാൻ അയാൾക്ക് യോഗമാണ്. കാരണം അത് അയാളെ എത്തിക്കും, കൃത്യസ്ഥലത്ത് അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തി ആ സ്കൂട്ടർ ഒരു നിമിഷം ഒരു സെക്കൻഡ് അപ്പുറവും ഇപ്പുറവും ആയിട്ടുണ്ടെങ്കിൽ ആ കഴുത്തിൽ വീഴില്ല. ആ പരുന്ത് അപ്പുറവും ഇപ്പുറവും ആയിട്ടുണ്ടെങ്കിൽ അയാൾ കഴുത്തിൽ വീഴില്ല. പക്ഷെ കൃത്യമായിട്ട് അയാൾക്ക് അതാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയം ആ ശരീരത്തിൽ വിട്ടു പോകണം. ആ ശരീരത്തിൽ നിന്ന് അത് വിട്ടു പോകാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഗൾഫിൽ നല്ലപോലെ ജോലി ചെയ്യുന്ന ആളാണ്. ഈ അവസരമാകുമ്പോൾ അയാൾക്ക് നാട്ടിൽ നിന്നാൽ കിടന്നു വരികയുണ്ടെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് വരും, എന്താണ് നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛനും സുഖമില്ല, ഭാര്യയ്ക്ക് സുഖമില്ല എന്നിട്ട് ഉടനെ അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരും. അയാൾ പിന്നെ പ്ലെയിൻ ഇറങ്ങി കാറെടുത്ത് പോകുമ്പോഴാണ് കൃത്യമായിട്ട് അയാളെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തുമ്പോൾ വേറൊരു വാഹനമായിട്ട് ഇടിച്ചു ശരിയായി. അയാൾ ആ സ്ഥലത്ത് എത്തിക്കും. അതുപോലെ അർജുനൻ്റെ ഈ യുദ്ധഭൂമിയിലേക്ക് ആർക്കൊക്കെയാണോ നാശമുള്ളത് അവരവിടെ എത്തിച്ചിട്ടാണുള്ളത്. അത് അർജുനൻ ചെയ്യുന്നതല്ല, അത് അയാളുടെ ആ സമയമായി കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കും. അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ ആ ചൈതന്യത്തിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ ചൈതന്യം ഇതിൽ നിന്ന് വിട്ടുപോകേണ്ടതായി പോകും, നിലനിൽക്കേണ്ടതാണ് നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഏതായാലും ഭഗവത്ഗീതയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ
അവർക്ക് എന്തെങ്കിലും നാശം സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിലവിളിച്ച് കരയാറുണ്ട്. അവർക്ക് സംഭവിക്കുന്ന ഓരോ അപകടങ്ങളും നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. കാരണം എന്താ, അത് നടക്കേണ്ടതുപോലെ നടക്കും. അതിനാരും വിചാരിച്ചാൽ തടയാനും കഴിയില്ല. ഒരാൾ നല്ല ഉന്നതിയിലേക്ക് എത്തേണ്ടതെങ്കിൽ അത് ഉന്നതിയിലേക്ക് എത്തും. അതൊക്കെ പ്രകൃതി നിയമമാണ്. ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഈ ശരീരത്തിലേക്ക് ഈ ആത്മാവ് കയറിയിട്ടുള്ളത്. അതിന് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഇതിന് ശക്തമായിട്ട് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഒന്നും സത്യമല്ല. നിങ്ങൾക്ക് വീടുണ്ടാവും, നിങ്ങൾക്ക് പണമുണ്ടാകും, സമ്പത്തുണ്ടാകും, ഭാര്യയുണ്ടാവും, ഭർത്താവുണ്ടാവും, മക്കളുണ്ടാവും, മറ്റൊരുപാട് ബന്ധങ്ങളുണ്ടാവും. ഇതൊക്കെ ഏത് നിമിഷവും നഷ്ടപ്പെടാം. ഇവരൊക്കെ ഏത് നിമിഷവും ഇല്ലാതെയാകാം. ഈ ബന്ധങ്ങൾ മാത്രമല്ല, ഈ വ്യക്തികൾ പോലും നമുക്ക്, അല്ലെങ്കിൽ സ്വത്തുക്കൾ പോലും നമുക്ക് നഷ്ടപ്പെടും. അത് നമ്മൾ പ്രതീക്ഷിച്ചും കൊണ്ട് വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ. അങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്കൊരു ദുഃഖമുണ്ടാകില്ല. അപ്പോൾ നമുക്കതിനെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തും ഉണ്ടാവും. ഈ കരുത്താണ് നമ്മുടെ മുതൽക്കൂട്ട്. ആ കരുത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഏതായാലും ഈ ഭഗവത്ഗീതയുടെ സന്ദേശം നമ്മൾ പരമാവധി സജ്ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അയച്ചു കൊടുക്കുക. രണ്ടാമതൊരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ ഇത് വളരെയേറെ ഉപകരിക്കും. ഇവിടെ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ പരസഹായമില്ലാതെ യൂട്യൂബിൽ നേരിട്ട് കാണാൻ പറ്റും. ആ മെസ്സേജിൽ തൊട്ട് കൊടുക്കുകയുണ്ട്, നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെന്ത് വേണം, ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നിതാ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അവിടെ നിന്ന് തൊട്ട് കൊടുക്കുകയുമുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് താഴെയുണ്ട്, അവിടെ തൊട്ടല്ലോ. അപ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക, മതി. ഒരിക്കൽ ചെയ്ത ആൾക്കാർ വീണ്ടും ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ വീഡിയോയും അങ്ങോട്ട് കാണാൻ പറ്റും. ഏതായാലും നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Oh